നമുക്ക് വേണ്ടി ഞാനത് ചെയ്തു. ബെല്ല് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പേടിക്കരുത്. പേടിച്ച് നമ്മൾ രണ്ടുപേരും പെടും. ഇനി അങ്ങോട്ട് ഞാൻ കരയുള്ളൂ. ബെല്ല് വേണം എല്ലാം ഓടി നടന്ന് നോക്കാൻ. കുറച്ചു മുമ്പ്. സെലീന ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ എത്തിക്കോളാം. എല്ലാ സാധനം എടുത്താത്ത് വെക്ക്. നിന്നോടല്ലടാ പറഞ്ഞ് എടുത്തു വെക്കാൻ. അതിച്ചയ ഇവിടെ മൊത്തം അലങ്കോലേക്ക് എടുക്കാം. 2 ദിവസം പിടിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഇനി ഞങ്ങൾ തന്നെ ആണോ? ഇവിടെ താമസം ബുദ്ധിമുട്ടായിരിക്കും. മാനേജറോട് പറഞ്ഞ് റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറാൻ പറ്റിയല്ല. ഈ വീട് ഞങ്ങളുടെ അപ്പാപ്പനായിട്ട് ഉണ്ടാക്കിയിട്ടതാ. അതിനിപ്പോഴും എനിക്ക് അവകാശമുള്ളതാ. ഏറ്റവും ഒരു കവക്കൂട് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഒന്ന് കയറിക്കോളാം. മാറി തരും. നീ എത്ര നാൾ ഇവിടെ കിടന്ന് മെനയ്ക്കുന്നു നോക്കാൻ തന്നെ അടിയാൻ വന്നേ. ചേട്ടത്തി വാ. അവള് കയറാൻ പറ്റിയായിരുന്നു. ഞാൻ നോക്കട്ടെ കയറാൻ പറ്റുമെന്ന്. മോളിങ് പോരെ. എന്നാ സാറേ. ആ അതിപ്പോ വീട് വൃത്തിയായതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല സാറേ,
ആ വീട്ടിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കുക. ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ അത് പറ്റിയല്ലോ. നിങ്ങളവിടെ കയറ്റാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിക്കും അത് മാത്രമല്ല സാറേ കാര്യം. ചേട്ടായുടെ വിൽപ്പത്രം പെട്ടെന്ന് ഉണ്ടാക്കിയതാ. അത് പ്രകാരം മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേർക്കാന്ന് വിചാരിക്കണം. സ്വന്തം കൊച്ചിന് പോലും ഒന്നും വെച്ചിട്ടില്ലെന്നേ. പിന്നെ ഈ ചേട്ടായി മരിക്കുന്ന ദിവസം ഈ ചേച്ചി എന്ന് പറഞ്ഞ പണിക്കാരി അവിടെ പോയി. വണ്ടിയൊക്കെ ഉള്ളതല്ലേ, ആശുപത്രി കൊണ്ടുപോയോ? ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അടക്കം നടത്തിയില്ലേ? ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് സാറേ. ഇത് അന്വേഷണം നടത്തണം. അന്വേഷണമൊക്കെ നമുക്ക് നടത്താം. കല്ലറ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ഒരു തലവേദന ആവേ. എന്ത് വേണി നടത്തിക്കോ സാറേ, അവളെ കൊടുക്കണം. സ്വത്തും പണമൊന്നുമില്ല സാറേ. എൻ്റെ ചേട്ടായി എന്ന് പറഞ്ഞാൽ ആ ശരി ശരി, കാഞ്ചല്ലേ. ബാക്കി എന്താ വെച്ചല്ലേ ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം സാറേ. ആയിക്കോട്ടെ. എന്നാ നിന്നെ കണ്ടിട്ട് എത്ര നാളായി? ഫോൺ വിളിച്ചാലെങ്കിലും ഒന്ന് എടുത്തൂടെ? ഞാൻ പിന്നെ ആരോട് സംസാരിക്കാം? എനിക്കറിയത്തില്ല, ഞാനിവിടെ ഒരു സമാധാനമില്ലാതെ നടക്കുക. അപ്പൊ ഞാനോ? കാര്യങ്ങൾ ഇങ്ങനെ കുഴപ്പത്തിലിരിക്കുന്ന സമയത്ത് ബെല്ല് ഇങ്ങനെ ഒഴിഞ്ഞു മാറല്ലേ? അച്ഛൻ്റെ അനിയനും മോളും ഒക്കെ വന്നിട്ടുണ്ട്. അവർ കേസ് കൊടുത്തിരിക്കുക. കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊക്കെ പറയുന്നത്. ബെൽ, നീ എന്തൊന്നും മിണ്ടാത്ത? ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? എനിക്ക് വേറെ ആരോ ഉള്ളേ പറയാൻ. അങ്ങ് പെട്ടുപോവോ ബെൽ? അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തിനെന്ന് ബെല്ല് പറ. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നീക്കില്ലെങ്കിൽ നമ്മൾ പെടും. ബെല്ലൊന്നും ഇങ്ങോട്ട് വാ, നമുക്ക് ആലോചിച്ചൊരു... ഇല്ല, അങ്ങോട്ടേക്ക് എന്തായാലും ഞാൻ വരുന്നില്ല. നിന്റെ എന്നാ കോപ്പുണ്ടെന്ന് പറഞ്ഞാലും അവിടെ തന്നെ മനസ്സമാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബെല്ല് എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ രണ്ടുപേരും കൂടി ഇതൊക്കെ പ്ലാൻ ചെയ്ത് എന്നിട്ട് ഒരുമാതിരി വേഷം ഇതൊക്കെ എന്തിനാ ഫോണിൽ കൂടെ പറയുന്നത്? കോപ്പും നേരിട്ട് പറയാൻ കിട്ടണ്ട നിന്നെ. എനിക്ക് കുറച്ച് സമാധാനം തരൂ ദേവി. ഇത് ഫോൺ വിളിച്ചിട്ട് പോലും നീ എടുക്കുന്നുണ്ടോ? ഹലോ, ലളിതാസറല്ലേ? അതെ. ആ, സ്റ്റേഷനിൽ നിന്നാ നിങ്ങളുടെ മൊഴി എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് വരാമോ? എങ്ങോട്ടാ സാർ? സ്റ്റേഷനിലേക്കാണോ? അല്ല, ബംഗ്ലാവിലേക്ക് വാ. ആ ശരി, വരാം. ഇവിടെ വരാൻ പറഞ്ഞാലും സാറേ. ഓ, നീയാണപ്പോ ഇവിടുത്തെ ഹോംനെസ് അല്ലേ? ബൽത്താജ് സാർ? അതെ. നീ ഒരു കാര്യം ചെയ്, അകത്തേക്കല്ലോ. സാർ അവിടെ ഉണ്ട്. ചെല്ല്
ചെറിയ പദങ്ങളുണ്ടല്ലേ. ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതല്ലേ? ആണോ? എനിക്കിതൊക്കെ പുതിയ അനുഭവങ്ങളാണ് മാഡം. സാർ. ആ നീയാണല്ലോ ഇവിടുത്തെ ഹോം നേഴ്സ്. ആ നീയൊക്കെ പഠിച്ച് പാസ്സായതാണോ അതോ ഹോം നേഴ്സ് ആണ് ചുമ്മാ നടക്കുകയാണോ? അല്ല, കോഴ്സ് കഴിഞ്ഞതാ. നീ ഒന്ന് വന്നേ, കുറച്ച് ചോദിക്കാനുണ്ട്. നീ വാ, നോക്കിയേക്കാണ്ട് വാടങ്ങട്. ഇങ്ങനൊക്കെ ചെയ്താലും എൽദോസ് ചൈര നിങ്ങൾ വലിയ കാര്യമായിരുന്നു എന്നാണല്ലോ വക്കീല് പറഞ്ഞത്. അറിയില്ല, ഉള്ളിൽ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും. ഉണ്ടെന്നേ, അല്ലെങ്കിൽ പിന്നെ വിൽപത്രത്തിൽ എല്ലാ സ്വത്തും നിങ്ങളുടെ പേരിൽ എഴുതി വെക്കില്ലല്ലോ. അതൊക്കെ കല്യാണത്തിന് മുന്നേ തീരുമാനിച്ചതാ. ഈ വിൽപത്രം പെട്ടെന്ന് എഴുതണമെന്ന് സെലീന വാശി പിടിച്ചിരുന്നോ? ഇല്ല, ഞാനങ്ങനെ വാശി പിടിച്ചാലും അത് കേൾക്കുന്ന ആളല്ലല്ലോ അച്ചായൻ. അപ്പോൾ കോടതി വിധിയിലൂടെ കിട്ടിയ എസ്റ്റേറ്റും സെലീനയുടെ പേരിലായിരിക്കും അല്ലേ? ആ, വിൽപത്രത്തിൽ എല്ലാ സ്വത്തുക്കളും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോടതി വിധി വന്ന് അധികം വൈകാതെ ആള് വീണു. വീഴുന്നതിന് മുമ്പ് ആൾക്കെന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ? ഹാർട്ടിന് മുന്നേ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ട്രെയിനിൻ്റെ ഒരു നഴ്സിനെ വെച്ചത്. അതവൻ കൃത്യമായിട്ട് നോക്കിയില്ല എന്നാണല്ലോ കംപ്ലൈൻറ്റ്. ഏയ്, അങ്ങനെയൊന്നുമില്ല മാഡം. അവൻ കൃത്യമായിട്ട് മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. മരിക്കുന്ന ദിവസം അവനാണോ മരുന്നെടുത്ത് കൊടുത്തേ? സാറേ, അന്ന് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ കട്ടിലോപ്പായിരുന്നു. അപ്പം ഞാനന്ന് ശരിക്കും ഇവിടെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മച്ചി ഈ വീട്ടിലുണ്ടാക്കിയ കുറച്ച് താറാവേറിയും പിടിയും അച്ചായനും കൊണ്ട് തരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ വരുന്നത് ശരിക്കും. അതുമായിട്ട് വരുമ്പോൾ അച്ചായന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അച്ചായനത് അത് മുഴുവൻ കഴിച്ച്. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയപ്പോഴാണ് അച്ചായൻ്റെ ബസ്സറിൻ്റെ സൗണ്ട് കേട്ടത്. രചേച്ചി മോളുടെ വീട്ടിൽ പോയതുകൊണ്ട് താഴെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ വന്നു. നോക്കുമ്പോൾ അച്ചായനിങ്ങനെ വെട്ടി വേർത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം മുഖമൊക്കെ തുടച്ചു. പിന്നെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ബെല്ലിനെ അപ്പം തന്നെ വിളിച്ചത്. ജോബിഷ് വിളിക്കുന്നുണ്ടായിരുന്നു, രാവിലെ മുതൽ വിളിക്കുന്നുണ്ടായിരുന്നു ജോബിഷ്. അല്ല, ആരെയും ജോബിഷ്? ജോബിഷിന്റെ കൂട്ടുകാരൻ. ആ, സ്വർണ്ണപ്പണിക്കാരൻ അല്ലേ? ശരി ശരി, പറ. അപ്പോൾ അവൻ കടയിലേക്ക് വരാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയി. എന്നിട്ട് പിന്നെ ജോബിഷിൻ്റെ അവിടെ ഇരിക്കുമ്പോഴാണ് അച്ചായന് കൂടുതലായി എന്ന് പറഞ്ഞ് കോള് വരുന്നത്. അപ്പം ഞാനിങ്ങോട്ട് പോന്നു. വന്നപ്പോൾ അച്ചായൻ എനക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്ത് നോക്കി. പക്ഷെ അപ്പോഴത്തേക്ക് അച്ചായൻ മരിച്ചായിരുന്നു. അവൻ വന്നപ്പോഴാണ് മരിച്ചു എന്ന് മനസ്സിലായത്. പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ബെല്ല് തന്നെയാണ് എല്ലാവരും വിളിച്ച് പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ സെലീനെ. അല്ല, ഞാനന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം. മനസ്സിലായോ? നിനക്ക് അവിടെ എന്തായിരുന്നു പരിപാടി? ജോബിഷിന്റെ അവിടെ? ജോബിഷിൻ്റെ അവിടെയല്ലോ ഈ ഞങ്ങൾ മറ്റേ അവനും നിങ്ങളുടെ മാഡവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അയ്യോ ഇല്ല സാറേ, സെലേന കൊച്ചൊരു പാവാ. ആ കൊച്ചനും അതെ. അതാ എൻ്റെ ജോലി ചെയ്തിട്ട് അങ്ങ് പൊക്കോളൂ. അവൻ്റെ കിടപ്പൊക്കെ ഇവിടെയാണോ? എല്ലാ ദിവസവും നിൽക്കുകയല്ല. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിൽക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തങ്ങുന്ന ദിവസങ്ങളിൽ ഏത് മുറിയിലാണ് അവൻ കിടക്കാറ്? അച്ഛൻ്റെ മുറിയിൽ. നിങ്ങളില്ലാത്ത ദിവസം അവരുടെ രാത്രി വരാറുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നാനില്ല സാറേ. അപ്പോൾ ഒരു ഹോം നേഴ്സ് എന്നൊരുപരി നിങ്ങൾ തമ്മിൽ വേറെ ബന്ധമില്ല എന്നാണ് നീ പറയണേ. നിനക്ക് ശമ്പളം കൂടാതെ മാഡം വല്ല കാശ് തന്നായിരുന്നാ? എത്ര രൂപ? ഒരു 5 ലക്ഷം രൂപ തന്നായിരുന്നു. 5 ലക്ഷം രൂപ? 5 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം അവൻ എന്ത് ജോലിയാ ചെയ്തേ? അത് ഞാൻ ശമ്പളത്തിൻ്റെ അഡ്വാൻസ് കൊടുത്തതാ. ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പ് അവൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ അച്ചായൻ അറിഞ്ഞിട്ടാണോ? തമ്പ് ഇംപ്രഷനാകുമ്പോൾ എന്തെങ്കിലും അച്ഛൻ അറിയുമല്ലോ. അപ്പോൾ ബന്ധുക്കളോ? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ? എന്താന്ന് വെച്ചാൽ അച്ഛൻ ഈ ബന്ധുക്കളൊന്നും അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഈ പരാതി വന്ന ജോണി ചായനാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രു. പക്ഷെ മരിച്ചത് അറിയിക്കണ്ടേ? ഞാൻ എപ്പോൾ ജോണി ചായനെ ഫോൺ വിളിച്ചാലും എന്നെ തെറി പറയുക ചെയ്യുക. പിന്നെ
ഈ മരിച്ച കാര്യം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർ വേറെ കഥയുണ്ടാക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ മാഡം ഇവിടെ വന്ന് ഓരോന്നൊക്കെ ചോദിക്കും. ഇതൊരു മതിയായ കാരണമല്ലല്ലോ അവരെ വിളിക്കാതിരിക്കാൻ. എനിക്ക് പേടിയായതുകൊണ്ടാണ് മാഡം ഞാൻ വിളിക്കാതിരുന്നു. ശരി, അന്ന് സംഭവിച്ചതേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഏത് മരിച്ച ദിവസത്തെയോ? അത് ഞാൻ പറഞ്ഞതല്ലായിരുന്നു മാഡം. ഇവിടെ പറ. അന്ന് ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോഴാണ് അച്ചായൻ്റെ റൂമിൽ നിന്ന് ബസറിൻ്റെ സൗണ്ട് കേട്ടത്. അന്നേരം തന്നെ ഞാൻ താഴേക്ക് അന്നേരം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ്. ഡ്രസ്സ് മാറാനുള്ളൊരു സമയം എന്തായാലും എടുക്കുമല്ലോ. എന്നിട്ട് അപ്പോൾ ഞാൻ താഴേക്ക് വന്നപ്പോൾ അച്ചായനിങ്ങനെ ആകെ വേർത്ത് ഇങ്ങനെ ഒക്കെ വേർത്ത്. അപ്പം മരിച്ചിരുന്നോ? അല്ല, എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബില്ല് വന്നപ്പോഴാണ്. അപ്പൊ തൊട്ട് നോക്കിയില്ലേ? ഇല്ല. അപ്പൊ നേരത്തെ പറഞ്ഞു മുഖം തുടച്ചു കൊടുത്തു, മറന്നോ? മുഖം തുടച്ചു കൊടുത്തിരുന്നു, പക്ഷെ മരിച്ചു എന്ന് എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ മുഖം തുടച്ചു കൊടുത്തപ്പോ ആളുടെ വായിന്ന് നൊരയും പദം വന്നിരുന്നോ? ഇല്ല. മുഖം തുടച്ചു കൊടുത്തതിന് ശേഷോ? ഇല്ല. അപ്പോ ബൽത്താസർ എന്നാണോ പറയുന്നതായിരിക്കും അല്ലേ? അവനിതൊന്നുമല്ല പറഞ്ഞ്. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല മാഡം. ഓർമ്മയില്ല. ഈ അച്ചായൻ്റെ ബന്ധുക്കൾ വന്നപ്പോ എന്താ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞേ? അതിപ്പം വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ അലങ്കോലായി കിടക്കുന്നിടത്ത് താമസിക്കണ്ടെന്ന് വിചാരിച്ച റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തു. ഇത്ര തിരക്കിട്ട് വീട് വൃത്തിയാക്കാൻ മാത്രം എന്തായിരുന്നു? ഈ 7-ൻ്റെ അന്ന് വീട് വെഞ്ചരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വീട് വൃത്തിയാക്കിയത്. അല്ലാതെ തെളിവ് നശിപ്പിക്കാനൊന്നും അല്ല മാഡം. തെളിവോ? എന്ത് തെളിവ്?